എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഞാൻ ഒരു നല്ല ഫെർട്ടിലൈസറും അതുപോലെ തന്നെ നമ്മുടെ റോസയിലുണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട് ഡിസീസ്, പൗഡറി മിൽഡ്യൂ, കറുത്ത ഡോട്ട് ഡോട്ട് പോലൊക്കെ ഉണ്ടാകത്തില്ല, അത് മുരടിപ്പ്, ഇല മഞ്ഞളിപ്പ്, ഈ ഒരു പ്രശ്നത്തിൽ നല്ലൊരു സൊല്യൂഷനായിട്ട് സ്പ്രേ ചെയ്ത് നമ്മുടെ റോസയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്ന നല്ലൊരു സൊല്യൂഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫെർട്ടിലൈസറും കാണിക്കുന്നുണ്ട്. നമ്മുടെ റോസയൊക്കെ ഇതുപോലെ നന്നായിട്ട് തഴച്ച് വളർന്ന് പുതിയ തളിർപ്പുകളും ധാരാളം കട്ടയ്ക്ക് പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറുമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും കാണണം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോല്ലോ കേട്ടോ. ഇപ്പം മഴയും വെയിലും ഇടകലർന്ന് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റോസയിലൊക്കെ പുതിയ തളിർപ്പുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് പൂക്കളൊക്കെ ഒന്നും ഉഷാറില്ലാത്ത പോലെ, അതായത് പൂക്കളൊക്കെ വെള്ളമൊക്കെ വീണതിന് ശേഷം പൂക്കളിൽ പെട്ടെന്ന് ഇതായി പോകുന്നുണ്ട്. എന്നാലും നമ്മുടെ ചെടികളിലൊക്കെ പൂക്കൾ വരുന്നുണ്ട്, നന്നായിട്ടുള്ള പൂക്കളൊക്കെ വരുന്നുണ്ട്, പുതിയ തളിർപ്പുകൾ വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ 20 ദിവസം കൂടുമ്പോൾ നല്ല വളങ്ങൾ നമ്മുടെ റോസാ ചെടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഓരോ വീഡിയോയുടെ താഴെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ആദ്യം ഞാൻ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഞാൻ കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ കഞ്ഞി വെച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം തന്നെ കഞ്ഞി വെച്ച വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂണോളം ഉലുവ, 2 ടേബിൾ സ്പൂണോ 2 ടീസ്പൂണോ ചേർത്താലും കുഴപ്പമില്ല. 2 ടീസ്പൂൺ ഉലുവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ട് എടുത്ത ബീട്രൂട്ടിൻ്റെ തൊലി എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണോ അത്രയും നമുക്ക് ഇട്ടിട്ടും. ബീട്രൂട്ട് വളരെയധികം നല്ലതാണ്. പിന്നെയും ഞാൻ പറയണം, ഒത്തിരി നല്ലതാണ്. നമ്മുടെ ചെടികൾ ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ടും, ഉണ്ടാകുന്ന പൂക്കളുണ്ടല്ലോ നല്ല കളറായിട്ടുള്ള പൂക്കളുണ്ടാകും. നിങ്ങൾക്കറിയാലോ, നമുക്ക് ബീട്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിവായിട്ട് ബീട്രൂട്ട് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കളർ ഉണ്ടാവും. നമുക്കൊരു നല്ല സ്കിന്ന്, നല്ല കളറിനെക്കാട്ടും കൂടുതൽ നല്ലൊരു സ്കിന്ന് നമുക്ക് കിട്ടും. അത് റെഗുലറായിട്ട് ഞാൻ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ബ്ലഡിൻ്റെ ഒരു കൗണ്ടിങ് കൂട്ടാനൊക്കെ വളരെയധികം നല്ലതാണ് ഈ ബീട്രൂട്ട് കേട്ടോ. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ലപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട്, നല്ലപോലെ കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ കിട്ടാനായിട്ടുമൊക്കെ വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ ബീട്രൂട്ട് കേട്ടോ. അപ്പം ഞാൻ ബീട്രൂട്ടിന് തൊലിയും കൂടി ഇട്ടു. പിന്നെ കുറച്ച് പഴത്തൊലിയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 3 ദിവസം പുളിപ്പിച്ച് കേട്ടോ. നമുക്ക് എത്ര വേണേലും ഇട്ട് കൊടുക്കാം, കഞ്ഞിവെള്ളം എത്ര വേണേലും എടുക്കാം. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഡൈല്യൂട്ട് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അന്ന് എടുത്ത കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വലിയ കപ്പിനാണ് കഞ്ഞിവെള്ളം എടുത്തത് കേട്ടോ. അതിലേക്ക് 2 ടീസ്പൂൺ ഉലുവയും കുറച്ച് ബീട്രൂട്ടിൻ്റെ തൊലിയും അതുപോലെ തന്നെ കുറച്ച് പഴത്തൊലിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പുളിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് നന്നായിട്ട് പുളിപ്പിക്കണം, എന്നാലേ നമുക്ക് ഇതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. പുളിപ്പിച്ചതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു 5-6 ലിറ്റർ വെള്ളവും കൂടെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല തിക്കായിട്ടാണ് ഇരുന്നത്. അപ്പോൾ നല്ലപോലെ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ റോസയുടെ ചോട്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഞാനിത് ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു കുഞ്ഞു പൂവാണ് ഉണ്ടാകുന്നതിൽ പോലും നല്ല കളറായിട്ടുള്ള പൂക്കൾ ഉണ്ടാവുക. അതുപോലെ നല്ല ഒരുപാട് മൊട്ടുകൾ തിങ്ങി നിറയാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ധാരാളം പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കഞ്ഞിവെള്ളവും വളരെ നല്ലതാണ്. നമ്മുടെ ചെടികളുടെ മുരടിപ്പും പ്രശ്നങ്ങളും മാറാനും നല്ലതാണ്. അതുപോലെ തന്നെ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനും നല്ലത്. ഉലുവായും അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല ഗുണമുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇത് നമുക്ക് 20 ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്ക് രാവിലെ കൊടുക്കാം കേട്ടോ. വൈകുന്നേരം കൊടുക്കുന്നതിനെക്കാട്ടും രാവിലെ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ വൈകുന്നേരം എല്ലാം കലക്കി ശരിയാക്കി വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ട് രാവിലെയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ റോസയൊക്കെ നല്ലപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇനി രണ്ടാമതായിട്ട് കാണിക്കുന്നത് നമ്മുടെ റോസയിൽ ഉണ്ടാകുന്ന പൗഡറി മിൽഡ്യൂ, അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ട് ഡിസീസ്, പിന്നെ ഇല മുരടിപ്പ്, ഇല മഞ്ഞളിച്ചു പോവുക, കമ്പുകൾ കറുത്തു പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. ഇത് നമുക്ക് നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്ന സാധനമാണ്. പക്ഷേ വലിയ പൈസയൊന്നും ഇല്ല ഇത് വാങ്ങിച്ചത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഈ രണ്ടാമത് പറയുന്ന ഒരു സൊല്യൂഷൻ നിങ്ങൾ 15 ദിവസം കൂടുമ്പോൾ നമ്മുടെ റോസാ ചെടികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് മുരടിപ്പും പ്രശ്നങ്ങളും മാറും, കമ്പുകൾ കറക്കുകയും അതുപോലെ തന്നെ ഇലയ്ക്ക് ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടാകുന്ന അതെല്ലാം മാറിക്കിട്ടുന്ന നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറയുന്ന രീതിയിൽ മാത്രമേ കൊടുക്കാവുള്ളൂ, അല്ലാതെ ഓടിച്ചെന്ന് അറിയാത്ത രീതിയിലൊന്നും ചെയ്ത് കൊടുക്കരുത് കേട്ടോ. നല്ല റിസൾട്ടുള്ളൊരു സാധനം തന്നെയാണ്.
അപ്പം ഞാൻ ആദ്യമൊക്കെ റോസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസയൊന്നും പിടിക്കുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ പോട്ടി മിക്സും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ ക്ലാസ്സൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കതെല്ലാം മനസ്സിലായി. ഇപ്പം ഞാൻ പോകുന്നില്ല കേട്ടോ, ഇപ്പം എനിക്കെല്ലാം അറിയാം. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വെച്ചാൽ വളങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റോസയ്ക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ ഇടയ്ക്കും ഒക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുന്ന ചില സാധനങ്ങൾ കൊടുക്കുന്നു, അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ റോസയുടെ ഏതുണ്ട് ഇതുപോലെ മൊട്ടൊക്കെ കരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയും ഇലകൾ ബ്ലാക്ക് സ്പോട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പം നല്ല റിസൾട്ടാണ്. നമുക്ക് 15 ദിവസം കൂടുമ്പോൾ തീർച്ചയായിട്ടും കൊടുക്കാവുന്നതാണ്. ഇതിന് വലിയ വിലയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇത് വീട്ടിലൊരെണ്ണം വാങ്ങിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. 3% ആണ് നമ്മളത് വാങ്ങിക്കേണ്ടത്. ഇത് നല്ലൊരു സൊല്യൂഷനാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ എല്ലാ കാര്യത്തിനും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചെടികളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടാനായിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന പ്രാണികളുടെ ശല്യം ഫംഗിസൈഡായിട്ടും പെസ്റ്റിസൈഡായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് പോട്ടി മിക്സിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ്. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസിന് വളരെയധികം യൂസ്ഫുള്ളാണ്. ഇത് നമ്മൾ 3% ഉള്ള ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് മാത്രം നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകൾ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് നമ്മളെ ചെയ്ത രീതിയിൽ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സീഡ് ജെർമിനേഷൻ, അതായത് നമ്മുടെ സീഡ് മുളപ്പിക്കാനായിട്ട് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് നല്ല റൂട്ടിംഗ് ഹോർമോണായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച കമ്പുകളൊക്കെ ഒരു 2 ടേബിൾ സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഇത് മുക്കി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് പോട്ടി മിക്സ് തയ്യാറാക്കി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ആ കമ്പുകളൊക്കെ പൊട്ടിക്കിളുത്ത് വരുന്നതായിരിക്കും. അതിനൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. പിന്നെ നല്ലൊരു സാനിറ്റൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്യുന്ന ടൂൾസൊക്കെ ഇതിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ യാതൊരു ഫംഗൽ ഇൻഫെക്ഷൻസും നമ്മുടെ ഈ ഒരു ടൂൾസിലൊന്നും ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ ചെടികളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വരും. അങ്ങനെയുള്ള കാര്യത്തിനെല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ഉണക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന എല്ലാ മുറിവുകളും കീടബാധകളും ഫംഗൽ ഇൻഫെക്ഷൻസും എല്ലാം മാറ്റാനായിട്ട് ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. ഇതുപോലൊരു കുപ്പിയാണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും. നമുക്കിത് വീട്ടിലെല്ലാത്തിനും നമ്മുടെ മുറിവുകൾ ഉണക്കാനായിട്ടും ക്ലീൻ ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് ഇത് വാങ്ങിച്ച് വെക്കാറുള്ളതാണ്. മിക്ക വീടുകളിൽ ഇത് കാണാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്കും നല്ലൊരു യൂസായിട്ട് പോകുന്നൊരു സാധനം തന്നെയാണ്. മിക്ക പ്രശ്നങ്ങൾക്കും ഇത് നല്ലതാണ്. ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ്. ഇപ്പം നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി അതിലേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. കുറഞ്ഞു പോവുകയും ചെയ്യരുത്, കൂടി പോവുകയും ചെയ്യരുത്. ഞാൻ ഈ പറയുന്ന കറക്റ്റ് അളവിൽ മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചിട്ട് 1 ലിറ്റർ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്താക്കിയിട്ട് നമ്മുടെ റോസാ ചെടികളുടെ എവിടെയാണോ പ്രശ്നങ്ങളുള്ളത്, ചിലവരുടെ റോസാ ചെടികളുടെ മൊട്ട് കറുത്ത് നിൽക്കുന്നത് കാണാം, മറ്റുള്ള പ്രാണികൾ വന്ന് നശിപ്പിച്ച് നിൽക്കുന്ന പോലത്തെ അവസ്ഥയുണ്ടാകാം, മുരടിച്ച് നിൽക്കുന്ന പോലത്തെ പ്രശ്നങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ ഇലകൾ കറുത്ത് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ടാകാം. ഇതിനെല്ലാം നല്ലൊരു സൊല്യൂഷൻ തന്നെയാണിത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റോസകൾക്ക് ചെടികൾക്ക് മാത്രമല്ല കൊടുക്കാവുന്നത്, നമ്മുടെ പച്ചക്കറികൾക്കും ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലിനകത്താക്കി എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇൻഡോർ പ്ലാന്റ്സും നമുക്ക് കൊടുക്കാം. ഇൻഡോർ പ്ലാന്റ്സ് ചില സമയത്ത് മഞ്ഞ ഇലകളും ഒരു മുരടിപ്പും പ്രശ്നങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പ്രശ്നമൊന്നും ഇല്ലാത്ത ചെടികൾക്ക് 15 ദിവസം കൂടുമ്പോൾ കൊടുത്താൽ മതി. ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ധാരാളമുള്ള ചെടികൾക്കാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്ത് കൊടുക്കണം. എൻ്റെ ഈ റോസയ്ക്കൊക്കെ മുട്ടൊക്കെ കറുത്ത് നിൽക്കുന്നു, വില മുരടിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഞാനിതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ സ്പ്രേ ചെയ്തിട്ട് ഞാൻ 3 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ സ്പ്രേ ചെയ്യും. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആഴ്ചയിൽ 3 തവണ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്, ഇടവിട്ട് കേട്ടോ. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുക. കാരണം കീടങ്ങളുടെ ശല്യവും ഒക്കെ ഉപദ്രവവും ഒക്കെ ഉണ്ടാകുന്ന ആ സമയം വൈകുന്നേരങ്ങളിലാണ് ചെടികൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് ചെയ്ത് കൊടുക്കുക. ഇപ്പം മഴ സമയം ആയതുകൊണ്ട് തന്നെ ഒരു ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചിട്ട് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് യഥാസ്ഥാനത്ത് വെക്കാം. എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കും.